ഇർകുസ്ക് റഷ്യയിലെ സൈബീരിയ പ്രദേശത്തുള്ള ഒരു പ്രധാന നഗരമാണ്. പാരീസ് ഓഫ് സൈബീരിയ എന്ന പേരിലും ഈ ഒരു സിറ്റി അറിയപ്പെടും കേട്ടോ. ലോകത്തിലെ ഏറ്റവും ആഴം കൂടിയ ശുദ്ധജല തടാകം ലേക്ക് ബൈക്കലിന്റെ സമീപത്താണ് ഈ ഒരു നഗരം സ്ഥിതി ചെയ്യുന്നത്. ഇവിടുന്ന് ഒരു 70 കിലോമീറ്റർ ദൂരമുണ്ട്. ലേക്ക് ബൈക്കലിലേക്കുള്ള ഒരു പ്രധാന ഗേറ്റ് വേ സിറ്റി എന്ന പേരിലും ഈ ഒരു ഇർകുസ്കിനെ അറിയപ്പെടുന്നുണ്ട്. ട്രാൻസ് സൈബീരിയൻ റെയിൽവേയുടെ ഒരു പ്രധാന സ്റ്റോപ്പുകളിൽ ഒന്നാണ് ഈ ഒരു ഇർകുസ്ക് എന്ന് പറയുന്നത്. ഈ ഒരു നഗരം സ്ഥാപിതമായത് 1661-ലാണ്. റഷ്യയുടെയും ചൈനയുടെയും പ്രധാന ട്രേഡ് റൂട്ടുകളിൽ ഒന്നാണ് ഈ ഒരു ഇർകുസ്ക് നഗരം. ഒരു റഷ്യൻ സൈബീരിയൻ ലൈഫ് സ്റ്റൈൽ കാണാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് സിറ്റിയാണ് ഈ ഒരു ഇർകുസ്ക് എന്ന് പറയുന്നത്. ഇവിടെ തണുപ്പ് കാലത്ത് ഇവിടുത്തെ കാലാവസ്ഥ -20 മുതൽ -40 വരെയൊക്കെ പോകും. എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ ഉള്ളത് റഷ്യയിലെ സൈബീരിയയിലാണ്, ഇർകുസ്ക് എന്ന് പറയുന്ന ഒരു നഗരത്തിൽ. അപ്പോൾ ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കാണാം. അപ്പോൾ ഞാൻ ജസ്റ്റ് വന്നുള്ളൂ. കഴിഞ്ഞ എപ്പിസോഡിൻ്റെ കണ്ടിന്യൂഷനാണ്. നമ്മൾ ചൈനയിൽ നിന്ന്, അതായത് മൻഷൂലി എന്ന് പറയുന്ന ചൈനയുടെ ബോർഡർ ടൗണിൽ നിന്ന് ഫ്ലൈറ്റ് കയറിയാണ് ഇർകുസ്കിൽ വന്നത്. അടിപൊളി ഫ്ലൈറ്റ് യാത്രയൊക്കെ ആയിരുന്നു കേട്ടോ, നല്ല രസമായിരുന്നു. അപ്പോൾ ഇപ്പോൾ സമയം 2 മണി കഴിഞ്ഞു. ഒരു 5 മണി ആകുമ്പോഴേക്കും ഇവിടെ സൂര്യൻ അസ്തമിക്കും. മഞ്ഞ് പെയ്യുന്നുണ്ട്. ഇപ്പോഴത്തെ ടെമ്പറേച്ചർ -27. അപ്പോൾ ഈ കാണുന്നത് നമ്മൾ താമസിച്ച ഹോസ്റ്റലാണ്. അപ്പോൾ അവിടെയാണ് നമ്മൾ റൂം എടുത്തിരുന്നത്. അപ്പോൾ ഇവിടെ ഇനി നമുക്ക് നടന്ന് കുറച്ച് കാഴ്ചകളൊക്കെ കാണാം. ഈ പ്രദേശമൊക്കെ എങ്ങനെയാണെന്നൊക്കെ കാണണ്ടേ. അതേപോലെ എനിക്ക് ഭക്ഷണം കഴിക്കണം. അപ്പോൾ ഒരു റെസ്റ്റോറൻറ്റ് നോക്കണം. പിന്നെ എനിക്ക് സോക്സ് മേടിക്കണം. സോക്സ് അല്ല, ഈ ഗ്ലൗസ്. കാരണം ഇത് ചൈനയിൽ നിന്ന് ഞാൻ ഒരു അമ്മച്ചിടയിൽ നിന്ന് തൽക്കാലത്തേക്ക് മേടിച്ച ഗ്ലൗസാണ്. പക്ഷേ ഇത് പോരാ, ഇത് ഇവിടുത്തെ തണുപ്പിന് പറ്റുന്നില്ല. ഇതാണ്ടോ നമ്മൾ താമസിക്കുന്ന ഹോസ്റ്റല്. ഇതിൻ്റെ 2ാം നിലയിലാണ് ഞാൻ, ഏറ്റവും മുകളിലാണ്. അപ്പോൾ ഇവിടെ കണ്ടോ, ഫുള്ള് റോഡ് മൊത്തം മഞ്ഞാണ്. ഇത്രയും വലിയ ടെമ്പറേച്ചറിൽ മനുഷ്യന്മാർ ജീവിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ അതിശയം. ഇത് കണ്ടോ, സാധാരണ സിറ്റികളിൽ കാണുന്ന പോലെ എല്ലാം ആക്റ്റീവാണ്. വണ്ടികൾ പോകുന്നു, ബസ് പോകുന്നു, ആൾക്കാർ ജോലിക്ക് പോകുന്നു. തണുപ്പൊന്നും ഒരു പ്രശ്നമല്ല. അപ്പോൾ എന്തായാലും നമുക്ക് പോകുന്ന വഴിയിൽ ഏതെങ്കിലും റെസ്റ്റോറൻറ്റൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ കയറി കഴിക്കാം. ഇത് റെസ്റ്റോറൻ്റ് ആണോ? ഇത് ഇവിടുത്തെ ഭാഷ ചെയ്ത് വെച്ചുകൊണ്ട് റെസ്റ്റോറൻ്റ് ആണോ എന്ന് അറിയാൻ പറ്റണമല്ലോ. അപ്പോൾ ഇവിടുത്തെ ലാംഗ്വേജ് അറിയാമല്ലോ, റഷ്യൻ ലാംഗ്വേജാണ്. ഇവിടെ ഒരുപാട് മഞ്ഞ് വരുമ്പോൾ എനിക്ക് തോന്നുന്നത് ഇത് കണ്ട കോരി മാറ്റി അങ്ങ് ഇടുന്നതാണ്. ഇതൊക്കെ ലോക്കൽ ബസ്സാണ്. ഇത് കണ്ട, നമുക്ക് ലോക്കൽ ബസ്സിലേക്ക് കയറാം. 456 നമ്പർ വെച്ച് കയറാം. അതുകൊണ്ട് സുഖമാണ്. ബസ്സിലൊക്കെ ട്രാൻസ്പോർട്ടേഷനൊക്കെ, പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ഉപയോഗിക്കാമെങ്കിൽ സുഖമാണ്. വലിയ റേറ്റ് ഒന്നും ഇല്ലാന്ന് തോന്നുന്നു. 25 റൂബിൾ 40 റൂബിൾ ഒക്കെയാണ് റേറ്റ് വരുന്നത്. നമുക്ക് നോക്കാം, ഓരോ സ്ഥലത്തോട്ടൊക്കെ പോയി നോക്കാമല്ലോ. ഞാനിപ്പോൾ ജസ്റ്റ് മുന്നോട്ട് നടക്കുകയാണ്. ഞാൻ താമസിക്കുന്ന ഹോസ്റ്റലിൻ്റെ അവിടെ നിന്ന് നടക്കാനുള്ള ദൂരമാണ്. പ്രധാന സ്ഥലമൊക്കെയാണ്. ഇവിടെ മഞ്ഞ് കിടക്കണുണ്ട. ഈ ചേച്ചി ഇട്ടേക്കണ അതേ ഷൂ ആണ് നമ്മൾ ഇട്ടേക്കണ. നമ്മൾ കഴിഞ്ഞ ദിവസം ചൈനയിൽ നിന്ന് മേടിച്ച് ഓർക്കുന്നില്ലേ? അപ്പോൾ അതേ സെയിം ഷൂ തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അത് -30 അല്ലെങ്കിൽ -40 വരെയൊക്കെ ഉപയോഗിക്കാം. സിഗ്നലാണ്. എനിക്ക് അപ്പുറത്തോട്ട് ക്രോസ് ചെയ്യാൻ നിൽക്കുകയാണ്. ഇത് കണ്ട, സാധാരണ പോലെയല്ല, -27 ഇപ്പോഴത്തെ ടെമ്പറേച്ചർ. പക്ഷെ സാധാരണ ജീവിതമാണ് ഇവിടെയൊക്കെ. അടിപൊളി, നല്ല രസമുണ്ട്. സിഗ്നലായി നമ്മളത് കിടക്കുകയാണ്. ഈ കാണുന്നത് അറിയാമോ, ഇത് ട്രാം പോകുന്ന വഴിയാണ്. ഇത് കണ്ട, ട്രാമുണ്ട്. ട്രാമിലൊക്കെ ഒന്ന് കയറണം. ഈ ബിൽഡിങ്ങൊക്കെ നോക്കിയേ, മരം കൊണ്ടാണ് ചെയ്തേക്കണം. ഇവിടുത്തെ മിക്ക ബിൽഡിംഗ് ആണെന്ന് തോന്നുന്നില്ല, പക്ഷെ കുറേ ബിൽഡിംഗ് ഞാൻ അങ്ങനെ കണ്ടായിരുന്നു. മരത്തിലാണ് ചെയ്തേക്കണം. കണ്ട, ചിലപ്പോൾ അതിൻ്റെ പുറകിൽ വേറെ ലെയറൊക്കെ കാണുമായിരിക്കും, തണുപ്പിന്ന് രക്ഷപ്പെടാനൊക്കെ ആയിട്ട്. ഇവിടെ വഴി മൊത്തം ഐസാണ്ടാ. നമ്മൾ ആ മേടിച്ച ഷൂ അത്യാവശ്യം നല്ലതാണെന്ന് തോന്നുന്നു. ആ ഷൂ കൊള്ളാമെന്ന് തോന്നുന്നു ഇപ്പോൾ ഇട്ടിട്ട്. കാരണം ഈ ടെമ്പറേച്ചറിൽ ഒട്ടും തണുപ്പ് ഉള്ളിലോട്ടൊന്നും കയറുന്നില്ല. പിന്നെ നമ്മൾ മേടിച്ച സോക്സിൽ കഴിഞ്ഞ ദിവസം ചൈനയിൽ നിന്ന് മേടിച്ച, അത് -30 വരെ പറ്റുന്നതിനകത്ത് എഴുതിയിട്ടുണ്ട്. അതും കൊള്ളാം. സാധനം എന്തായാലും അത് വെർത്താണ്. പിന്നെ ഇനി വേണ്ടത് ഗ്ലൗസാണ്. നമുക്ക് പോകുന്ന വഴിയിൽ എവിടെയെങ്കിലുമൊക്കെ ഏതെങ്കിലും കടകളൊക്കെ കാണുമായിരിക്കും. അപ്പുറത്തെ ഭാഗത്ത് കടകളിൽ ജാക്കറ്റൊക്കെ തൂക്കിയിട്ടിട്ടുണ്ട്. നോക്കാം, ഏതെങ്കിലും കടകളിലൊക്കെ കയറി നോക്കാം. അയ്യോ, ഈ തണുപ്പത്തും ഒരു പ്രാവ്. വേറെ തണുപ്പത്തൊക്കെ എങ്ങനെയാണ് ഈ പ്രാവൊക്കെ ഇങ്ങനെ നിൽക്കണത്? ഇതുണ്ട്. ഇത് റെസ്റ്റോറൻ്റ് ഉണ്ടോ? അതെ, ഫുഡ് കിട്ടുമല്ലോ. അന്ന് ഇവിടെ കയറിയാലോ. അതല്ലല്ലേ, അത് കഫേ പോലത്തെ എന്തോ സാധനം തോന്നുന്നു. ഇത് ജ്വല്ലറി ആണോ? ഉള്ളിൽ ജ്വല്ലറി ആണല്ലോ.
നോക്കാം ഇവിടെ എവിടെയെങ്കിലുമൊക്കെ റെസ്റ്റോറൻറ്റുകളൊക്കെ കാണുമായിരിക്കും. അയ്യോ ഫുള്ള് വൈറ്റ്. ആളുകളൊക്കെ ഡ്രസ്സിങ്ങൊക്കെ ഉണ്ടോ, നല്ല കട്ടി കൂടിയ ജാക്കറ്റാണ്. മിക്കവരും മുഖമൊന്നും അങ്ങനെ മറച്ചിട്ടൊന്നുമില്ല. പക്ഷേ എൻ്റെ മുഖം ഞാൻ ഇങ്ങനെ വെച്ചിട്ട് എനിക്ക് മൂക്ക് വേദന എടുക്കുന്നുണ്ട്. നല്ല തണുപ്പിടിക്കണ്ടല്ലോ, നമുക്ക് പരിചയമില്ലല്ലോ ഈ ക്ലൈമറ്റൊന്നും. ഇവിടെ ഉള്ളവർക്കൊന്നും അത് പ്രശ്നമല്ല, അവരുടെ ഫേസ് ഓപ്പണാണ്. എൻ്റെ മൂക്ക് വേദന എടുക്കണം. ഞാനിതിലിങ്ങനെ നടക്കുമ്പോഴേ ദേ ഇവിടെ കുറേ കട. ഇവിടെ നമുക്ക് ഗ്ലൗസ് നോക്കാം. ഇവിടെ ജാക്കറ്റിൻ്റെ റേറ്റൊക്കെ എത്രയാണാവോ? 1500 ഇതിനൊക്കെ. 1500 ഇന്ത്യൻ രൂപ ഏകദേശം ഒരുപോലെ തന്നെ ഉണ്ടാ. 1500 രൂപ. ഈ ജാക്കറ്റൊക്കെ നല്ലതാണല്ലോ. അമ്പോ കുറേ സാധനം ഉണ്ടല്ലോ, നോക്കട്ടെ വില. ഇതൊക്കെ പെണ്ണുങ്ങളുടെ ഉണ്ടോ ഈ കിടക്കുന്നതൊക്കെ? ഇങ്ങനെ ഉണ്ടോ? സ്ത്രീകൾക്ക് പറ്റിയ കുറേ ഡിസൈനുള്ള സംഭവങ്ങളൊക്കെ കാണാം. ഇത് കുറേ ഉണ്ട്. നമുക്ക് ഇങ്ങനത്തെ സാധനം മേടിക്കണം. ഇതിപ്പോൾ ജാക്കറ്റ് നമുക്ക് വേണ്ട, നമ്മുടെ ഇപ്പോൾ ഉള്ള ജാക്കറ്റ് ഓക്കെയാണ്. പക്ഷെ അതിൻ്റെ ഒരു ക്യാപ്പ് മേടിച്ചാൽ നല്ലതാണ്. ഇത് ക്യാപ്പായിട്ട് കിട്ടും. ഇത് വിൻഡ് അടിക്കാണ്ടിരിക്കാൻ ഭയങ്കര ഉപകാരമാണ്, അല്ലെങ്കിൽ ഭയങ്കര പണിയായിരിക്കും. പല ജാക്കറ്റിൻ്റെ ഒപ്പം ഉണ്ടോ അത്. ഇത് നോക്കിയേ, ബൂട്ടൊക്കെ ഇരിക്കും നോക്കി. ഇതൊക്കെ ഇത്തിരി ഹെവിയാണ് കേട്ടോ. നമ്മൾ മേടിച്ചത് കുഴപ്പമില്ല. നമ്മൾ മേടിച്ചത് പിന്നെ വാട്ടർ പ്രൂഫ് അല്ല, പക്ഷേ ഈ ക്ലൈമറ്റിൽ ഓക്കെയാണ്. കട കഴിഞ്ഞാ ഒരു ഗ്ലൗസ് മേടിക്കണമെന്ന് വിചാരിച്ചിട്ട് ഇവിടെ എവിടെയെങ്കിലും ചോദിച്ചു നോക്കാം. കയ്യിലിടുന്ന ഗ്ലൗസ് ഉണ്ടോ? ഈ ചേച്ചിയുടെ കയ്യിൽ ഇട്ടേക്കുന്നതൊക്കെ നമുക്ക് പിന്നെ പെരുമാറാൻ കൊള്ളത്തില്ല, അതാണ് പ്രശ്നം. ആ ചേച്ചി എന്തോ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് കൊണ്ടുപോകുന്നുണ്ട്. ഇത് പറ്റത്തില്ല. ഞാൻ -40 കാണിച്ചു. അതിന് പറ്റിയ ഗ്ലൗസ് അതൊക്കെ പറ്റുമെന്നാണ് പറയണത്. ഇതൊന്നും വിരലില്ല. നല്ലതാണ്, പക്ഷെ വിരലില്ലെങ്കിൽ എങ്ങനെ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അത് പറ്റുമോ? നല്ലതായിരിക്കുമോ? വാട്ടർ പ്രൂഫ് ആയിരിക്കണം. അയ്യോ അത് പറയട്ടെ, വാട്ടർ പ്രൂഫ്. അത് വാട്ടർ പ്രൂഫാണെന്ന് തോന്നുന്നു. അയ്യോ അതിൻ്റെ ഇടയിൽ കൈ ഊരിയ വളരെ തടുത്തും വരച്ച്. ഈ ഫോൺ ഉപയോഗിക്കുമ്പേ വലിയ പാടാ. ഇട്ട് നോക്കട്ടെ. അയ്യോ ഇത് കൊള്ളാം. പക്ഷെ ഇത് തണുപ്പ് പോരാ, കട്ടിയില്ല. അയ്യോ പണി പാളി. ഇട്ട് നോക്കട്ടെ. ഇത് കൊള്ളാന്ന് തോന്നണേ. ഓക്കെ. ഇത് കൊള്ളാം. മണി എത്രയെന്ന് നോക്കട്ടെ. വലിയ റേറ്റ് പറയോ? പക്ഷെ ഇത് തണുപ്പ് കയറുന്നുണ്ടല്ലോ. 1200. ഓ വില വേശണം. കട്ടിയില്ലാത്ത പോലെ ഉണ്ടല്ലോ ആ സംഭവമേ. എൻ്റെ കൈക്ക് പാകമല്ല, അതുമല്ല കട്ടി കുറവുള്ള പോലെ തോന്നുന്നു. നമുക്ക് വേറെ നോക്കാം. അതുമല്ല 1200 പറയുന്നുണ്ട്. അത്രയൊന്നുമില്ല, വല്ല 500 അല്ലെങ്കിൽ അതിൽ താഴെ പിടിക്കാൻ നോക്കാം നമുക്ക്. ഇന്ത്യ -40. നോ finger finger no finger. ഓക്കെ. ഈ ഫിംഗർ ഉള്ള സാധനം കിട്ടുന്നില്ലല്ലോ. -40 എവിടെയൊന്നും ഇല്ലെന്നൊക്കെയാണ് അവർ പറയുന്നത്. എന്തായാലും ഇവിടെ നമ്മൾ വന്നതല്ലേ, നോക്കാം. കുറച്ചൊക്കെ നടന്നു വന്നപ്പോൾ ഇവിടെ വേറെ കടകളൊക്കെ ഉണ്ട്. ഇവിടെ വലിയ ബൂട്ടൊക്കെ ഇരിപ്പുണ്ടല്ലോ. എൻ്റെ മോനോ നല്ല രസമല്ലേ. ഇത് കണ്ടോ, കുറേ ഉണ്ടല്ലോ. നമ്മൾ ഒരു കണക്കിന് ചൈനയിൽ നിന്ന് സാധനം മേടിച്ചത് നന്നായിട്ടാ. അത്യാവശ്യം നല്ല വിലക്കുറച്ച് തന്നെ നമുക്ക് ചൈനയിൽ നിന്ന് സംഭവം കിട്ടിയേക്കണം. ഇവിടെ പല ടൈപ്പ് ജാക്കറ്റൊക്കെ ഉണ്ട്. ഇതേ നമ്മൾ മേടിച്ച അതേ ഷൂ. ഇവിടെ ഫുള്ള് ഇതാണല്ലോ മൊത്തം ഇതിൻ്റെ കടകൾ. ഗ്ലൗസ് വാട്ടർ പ്രൂഫ്.
Jacket? No, gloves. Перчатки? Перчатки. Yeah? Okay. പിന്നെ എന്തിനാ എന്നെ വിളിച്ച് കയറ്റിയത്? ഓക്കെ. ഇവിടെ കുറേ ഇവരുടെ കയ്യിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന സാധനം ഇല്ലല്ലോ. -40 പറ്റിയ ഗ്ലൗസ് ഒന്നും അല്ലേ കിടക്കണം. ഇത് കണ്ട, ഇതൊക്കെ അടിപൊളിയായിരിക്കും. പക്ഷെ വിരലില്ല. ഗ്ലൗസ് -40. ഇപ്പുറത്തുണ്ടെന്ന്. അപ്പോൾ ഈ ഏരിയയിൽ ഓക്കെ ഒന്ന്. ഞാൻ കുറേ ആംഗ്യ ഭാഷയിലുണ്ട് ഇതൊക്കെ പിടിച്ച് വെക്കണം. ഭാഷ റഷ്യൻ ആയതുകൊണ്ടേ ഇവിടെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് പ്രശ്നമല്ല. പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഗ്ലൗസ് കിട്ടുന്നില്ല. വാട്ടർ പ്രൂഫ് ആയിരിക്കണം. -40 പറ്റുകയും വേണം. അതെന്താ ഇവിടെ കിട്ടാത്ത? ഭാഗ്യത്തിന് ചൈനയിൽ നിന്ന് ആ സാധനമൊക്കെ മേടിച്ചത് എന്ത് ഉപകാരമല്ല, അല്ലെങ്കിൽ പണി കിട്ടിയാനെ. അതും വല്ല വില കുറച്ച് കിട്ടി. നിസാര കാശിന് 400 രൂപ 500 രൂപക്കൊക്കെ നമുക്ക് സോക്സും എല്ലാം കിട്ടി. ഇവിടെ റോട്ടിൽ കൂടി ട്രാം പോണ കാണിച്ചു തരാം. ദേ ഒരെണ്ണം വരുന്നു. ഈ പൊളിച്ച് നോക്കി. ഇത് കണ്ട ട്രെയിൻ പോകുന്ന പോലെയാണല്ലോ. ടയറൊക്കെ ട്രെയിനിൻ്റെ പോലത്തെ ടയർ. പക്ഷേ റോട്ടിൽ തന്നെ ബ്രേക്ക് ഇട്ട് ബസ്സൊക്കെ പോകുന്ന പോലെ. ഇലക്ട്രിക് കണ്ട, ഇലക്ട്രിക് ട്രാം കണ്ട. റോഡിൻ്റെ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ കുറേ വരകൾ കണ്ട. അത് പോകുന്ന വഴിയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ല, നമുക്ക് പല സ്ഥലങ്ങളിലോട്ടും പോകാനായിട്ടുള്ള വണ്ടികൾ ഇവിടെ നിന്ന് കിട്ടും. ആ ഒരു ലൊക്കേഷനാണിത്. അത് നോക്കിയാണ് ഞാൻ നമ്മുടെ റൂം എടുത്തേക്കണം. അപ്പോൾ നമ്മൾ അടുത്ത ദിവസങ്ങളിൽ പോകുന്ന വണ്ടികളൊക്കെ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ വഴി നേരെ പോയാൽ ബസ് സ്റ്റേഷൻ ഉണ്ട്. അവിടെ നിന്നും നമുക്ക് ലോങ്ങിലൊക്കെ പോകണമെങ്കിൽ വണ്ടി കിട്ടും. പിന്നെ ചെറിയ ഇതുപോലത്തെ മിനി വാനുകൾ ഒക്കെ കിട്ടും. നമുക്ക് അടുത്ത ദിവസം ബൈക്കലിലേക്കൊക്കെ കാണാൻ പോകാനുള്ള. ഇവിടുന്ന് ഇതൊക്കെ റെസ്റ്റോറൻ്റാണെന്ന് തോന്നുന്നു. ഫുഡ് കഴിക്കണമല്ലോ, എനിക്ക് വിശക്കണം. ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ കുറേ കടകൾ. ഇതിൻ്റെയൊക്കെ റേറ്റ് 1000 രൂപയൊക്കെ ഉള്ള കേട്ടോ. ആ ജാക്കറ്റിനൊക്കെ 1500, 5000-ൻ്റെ ഉണ്ട്, 8000-ൻ്റെ ഉണ്ട്. വലിയ സീനില്ല. അത്യാവശ്യം വിലക്കുറവൊക്കെ തന്നെയാണെന്ന് തോന്നുന്നു. ഞാനൊന്ന് അപ്പുറത്തോട്ട് കിടക്കട്ടെ. ഞാനിതിങ്ങനെ തുറന്നിട്ടാണ് കിടക്കണേ. എനിക്ക് മൂക്കൊക്കെ വേനെടുക്കുന്നുണ്ട്. നമ്മൾ ഇവിടെ നടന്നു വരുമ്പോൾ ഇവിടെ വഴിയിലിട്ടൊക്കെ വെക്കുന്നുണ്ടല്ലോ. മിക്കവാറും ഇവിടെ നിന്ന് കിട്ടുമായിരിക്കും. നമ്മളാ മെയിൻ സ്ഥലത്ത് പോയ സാധനം കിട്ടത്തില്ല. ഇവിടെ കുറേ ഉണ്ടല്ലോ. നമുക്ക് ഇവരോടൊന്ന് ചോദിച്ചു നോക്കാം. ഇവിടെ നല്ല അടിപൊളി സോക്സൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ പറ്റിയ സാധനമാണ്, നമ്മുടെ ടെമ്പറേച്ചറിന് പറ്റിയതാണ്. ഞാൻ ചോദിക്കട്ടെ. വാട്ടർ പ്രൂഫ് സോക്സ് അല്ല ഗ്ലൗസ്. പുള്ളി മൈൻഡ് ഓടി ചെയ്യണല്ലോ. സാധനം വേണ്ടേ? നമുക്ക് വേറെ അടുത്ത് നോക്കാം. ഇവിടെ ഞാൻ നോക്കുമ്പോൾ മിക്കവരും മറ്റേ വിരലില്ലാത്ത ടൈപ്പ് സോക്സ് ഇല്ലേ, സോക്സ് എന്നാണല്ലോ വായിൽ തന്നെ, ഗ്ലൗസ് ഇല്ലേ, അങ്ങനത്തെയാണ് ഇടുന്നത്. കറക്റ്റാണ് ശരിക്കും പറയാം. സോക്സ് പോലെ ഇരിക്കുന്ന ഗ്ലൗസ്, വിരലിൻ്റെ സംഭവമില്ല. മൊത്തത്തിൽ ഇങ്ങനെ കയറ്റിയിടണം. നമുക്ക് പെരുമാറാനൊന്നും പറ്റില്ല, ഭയങ്കര പാടായിരിക്കും. ഈ പോണ അമ്മച്ചിയൊക്കെ അങ്ങനത്തെ സാധനം ഇട്ടേക്കണം. പക്ഷെ അത് നല്ലതാണെന്ന് തോന്നുന്നു. ഞാൻ നടന്ന് ഇതേ ഇവിടെ എത്തിയത് കണ്ട, ഓൾക്കോൺ എക്സ്പ്രസ്. നമ്മൾ അടുത്ത ദിവസം പോകുന്നത് ഇവരുടെ ഇങ്ങനത്തെ വാനിലാണ്. അതൊരു കിടിലൻ ട്രിപ്പാണ്. ഞാനപ്പോൾ ഇതൊക്കെ കണക്കൂട്ടിയാണ് ഈ ഭാഗത്ത് എടുത്തത്. ഇവിടെ നിന്ന് ഇങ്ങനെ തിരിയുമ്പോൾ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. നോക്കട്ടെ. ഗ്ലൗസ് ഇല്ലാണ്ട് നമുക്ക് മുന്നോട്ട് പോകല് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇവിടെ കടയിലെ ആളില്ലേ, ഉള്ള കടയിൽ കയറാം. ഗ്ലൗസ് как? 300 рублей. 300 рублей. എന്താ വർക്ക് ചെയ്യണില്ലേ? 300 രൂപയാണ്. വാട്ടർ പ്രൂഫ്, വാട്ടർ പ്രൂഫ്. Здесь вот такой хороший. Вода не
13. А, не, это да, обычный. മൈനസ് 49 വന്നല്ലോ 40. А, минус 40, оно нормально? Да. А. Вот это и вот это тоже так-то вот такая, видите? ഇതൊക്കെ പറ്റുന്നാണ് പറയണം. ഓ ഇത് ഫിംഗർ ഇല്ലല്ലോ, ഇത് പറ്റത്തില്ല. Хотите? Вот это хороший, это тоже хороший. ഫിംഗർ ഫിംഗർ Вот оно. Вот такое. Еще. ഇതൊന്നും കട്ടിയില്ല. ഇതല്ല. Пойдет, да? ഓക്കെ. ഇതെല്ലായിടത്തും വിരലില്ലാത്താണല്ലോ. വിരലില്ലാത്ത നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല, പെരുമാറാൻ പറ്റില്ല. ഓക്കെ, അതല്ല. ഞാൻ ഇവിടുത്തെ പല കടയിലും അന്വേഷിച്ച് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു സാധനം കിട്ടുന്നില്ല. ഇതെങ്ങനെയുണ്ട്? ഇത് പിന്നെ വാട്ടർ പ്രൂഫ് 500 രൂപ. കാശല്ല ചേച്ചി, വാട്ടർ പ്രൂഫ് വേണം. ഇതൊന്ന് നോക്കി. ഗ്ലൗസ്. Да. Мынаны оқымчей, мынаны не деп отырды мен? ചുമ്മാ തള്ളായിരുന്നത്, ഞാൻ പോയി പെടും. ഇത് വാട്ടർ പ്രൂഫ് ഒന്നുമല്ല, പക്ഷെ സാധനം കൊള്ളാം. Вот этот. Да. Вот это, да? Да, это. Это тоже нормально. Такое теплое. Вот они это ഇത് промокают. കൊള്ളാലോ. ഇതൊന്ന് കാണിച്ചു. അയ്യോ, കൈ ഐസായി. ഇതൊക്കെ ഐസായി. പെട്ടെന്ന് എടുക്കുക ചേച്ചി, കൈയൊക്കെ പോയി. Она хорошая. Вот это. Это вот так. Сейчас холод так стоит. Она когда мягкий остается. Вот они промокаются. Вот മൈനസ് 40. 5. Идите на уровень. Окей. А? Да? Да, Yes. да. മൈനസ് Yes, 40 yes. പറ്റും എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. Да. കുഴപ്പമില്ല. Это вот это хорошая. Она 40 градусов нормально. പക്ഷെ തണുപ്പ് കയറുന്നുണ്ടല്ലോ. Вот это тоже вот класс. Амель. Тоже. പക്ഷെ ഇത് പെരുമാറാൻ Поменьше надо, да? അയ്യോ. Это. ഇത് തന്നെ എടുക്കേണ്ടി വരുമെന്നാ തോന്നണം കേട്ടോ. Так. Это одевай. ഉം. Подожди. ഇത് പിടിക്കുക. അത് Вот это. Нет. ആ. Это вот. ഓ, ഇത് ഒന്നിച്ചിടാൻ. Замерз совсем. Вот этот надо бери. Он теперь тянется, ты весь мир. Совсем зайдешь. പക്ഷെ ഇത് ശോകമാണ്, ഇത് ഭയങ്കര വലുതാ. Снимай. Это тоже снимай. Ай. Вот она классная. ഏയ്, Мынаны дешевле берем дең мынаны. അതില്ല സാധനം. Эй, возьми, дешевле отдам. Дешевле бери. Қандай? На, мне içine çıktı. ഓക്കെ.
എൻ്റെ പൊന്നാളിയാ അവിടെ നിന്ന് കൈ മരവിച്ച്. ഇവിടെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്, നമ്മൾ ഉദ്ദേശിക്കുന്ന സംഭവം കിട്ടുന്നില്ല കേട്ടോ, വലിയ പാടാണ്. ഞാനേ തൽക്കാലം ഇവിടെ ഒരു സൂപ്പർ മാർക്കറ്റാണെന്ന് തോന്നണം, അതിൻ്റെ ഉള്ളിൽ കയറി നിൽക്കട്ടെ. എൻ്റെ കൈ മരവിച്ച് പോയി. പണി പാളി. തുറക്കുക ആരൊക്കെ. ഇത് കൊള്ളാലോ. 50 പോർക്കാന്ന് തോന്നുന്നത്. പോർക്ക് മീറ്റൊക്കെ കണ്ടിരിക്കണം. ഇതിൻ്റെ ഉള്ളിലുള്ള റെസ്റ്റോറൻറ്റ് ഉണ്ടെന്ന് നോക്കട്ടെ. ഇത് കിടിലം മാർക്കറ്റ്. അയ്യോ മീറ്റൊക്കെ ഇരിക്കുന്നുണ്ട. പോർക്കാന്ന് തോന്നുന്നു. പോർക്ക. ഇത് റെസ്റ്റോറൻറ്റ് ഉണ്ടാവാൻ സാധ്യതയില്ല ഇവിടെ. ഇത് കിടിലം മാർക്കറ്റാണല്ലോ. ഇതിൻ്റെ ഉള്ളിൽ നല്ല ക്ലൈമറ്റാണ് കേട്ടോ. ഇത് ബീഫാ. എൻ്റെ കൈ കണ്ട ചുവന്നിട്ട് മരവിച്ച് പോയി. അവിടെ മീറ്റാണെങ്കിൽ ഇവിടെ പച്ചക്കറി. എൻ്റെ പൊന്നോ കൈ പോയി. ഇവിടെ ഫ്രൂട്ട്സ് കടയാ. പുറത്തോട്ടോ അയ്യൊരമ്മൂമ്മ. ഇതെന്താ ഉപ്പിടുന്നാന്ന് തോന്നുന്നു. ഉപ്പ് വാരി ഇടുന്ന മഞ്ഞൂരുകൻ. ഇപ്പുറത്തോട്ട് വന്നപ്പോൾ ഇവിടെ വേറെ കട. ഇവിടെ നോക്കട്ടെ. വേറെ കടയല്ലല്ലോ, അത് തന്നെയാണല്ലോ. ഇതേത് കട? ഈ ചേച്ചി ഇട്ടേക്കണ കണ്ട ബ്ലൗസ്. ഇവിടെ കുറേ ഇരിപ്പുണ്ട്, പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്ന സാധനം കിട്ടുന്നില്ല. ഇതൊക്കെ പെരുമാറാൻ പറ്റില്ലെന്നേ, ഇങ്ങനത്തെ വലിയ പാടാണല്ലോ. വാട്ടർ പ്രൂഫും അല്ല. ഇവിടെ പറഞ്ഞ ഇരിപ്പുണ്ടല്ലോ. -40. ഓക്കെ. -40 പറ്റുമെന്ന് ഇവർ പറയുന്നു. വാട്ടർ പ്രൂഫ് ദിസോ. ഓക്കെ നോക്കട്ടെ, ഇട്ട് നോക്കാം. ഇത് കൊള്ളാട്ടാ. ഇത് കൊള്ളാം. ഇത് വലുതാണല്ലോ. ഇത് കണ്ടോ, എൻ്റെ വിരല് മടങ്ങി പോണ സാധനം കൊള്ളാം, പക്ഷെ വലിയ പാടാണ്. ഇത് കൊള്ളാം. ഇത് വാട്ടർ പ്രൂഫാണ്, കട്ടിയുണ്ട്. 800. അപ്പോൾ ഒരു 500 പിടിക്കാതിരിക്കും. വെയിറ്റ്, സ്മോൾ കിട്ടുമോ നോക്കിയിട്ട്. പറ്റത് Один раз. Это тебе, мне. Да, один раз. Вот так. No. Вот так. ഓക്കെ. Я... Смотри. ഇത് ഭയങ്കര ചെറുത്. Хорошо. ഇത് ഭയങ്കര വലുതാണ്. ചെറുത് കിട്ടുമോ നോക്കാം. ഓക്കെ, പോയിട്ട് വരാം. ഇവിടെ ഉണ്ടോ? Waterprovod, водонепроницаемый. -40, да. Да. ഇത് -40 പറ്റുമോ? കട്ടിയില്ലല്ലോ. -40. Тепло будет. Тепло. И вот это вот не делается вот так. ഇത് കട്ടിയില്ലല്ലോ. ഗുഡ്. -40. Вот это все вот так. -40. ഇത് പറ്റത്തില്ല, തണുക്കണം. ഓക്കെ. 1000 റൂബിൾ. Тоже так. പോയിട്ട് വരാച്ച്. ഓക്കെ. നമ്മൾ മേടിച്ച ഷൂവിന് ഇവിടെ 10,000 പറയുന്നു. അപ്പോൾ ചൈനയിൽ നിന്ന് മേടിച്ചത് നന്നായി.
10,000 റൂബിൾ, അതായത് ഏതാണ്ട് ഒരു 11,000 രൂപയൊക്കെ പറഞ്ഞു. നമ്മളത് 6,500 രൂപ മേടിച്ച. വാട്ടർ പ്രൂഫ് ഗ്ലൗസ്, വാട്ടർ പ്രൂഫ്. ഫിംഗർ такой. -40, -40 വാട്ടർ പ്രൂഫ്. വാട്ടർ Вода нет. Это вода нет. ഇത് നല്ലതായിരുന്നു, Да. പക്ഷെ വാട്ടർ പ്രൂഫ് അല്ല. Не идет. ഇത് കൊള്ളാം. ഓ സ്മോ. Это большой, хорошо будет. ഇതെല്ലായിടത്തും ഇങ്ങനെയാണല്ലോ. ആലോചിക്കണോ? ഓക്കെ. -40 ഓക്കെ. 40 градусов. Хорошо. Вот это палец большой, не замерзнет. ഓക്കെ. 500 മേടിക്കാം. എടുത്തോളെ. ഇതിൻ്റെ ഉള്ളിലേ നമ്മുടെ ഇരിക്കണ ഒരു ഗ്ലൗസും കൂടി എടുത്ത് മിക്സ് ചെയ്തിട്ടാ. ഞാൻ തൽക്കാലം ഇത് എടുത്തട്ടാ. വാട്ടർ പ്രൂഫാണ്, അത്യാവശ്യം കുഴപ്പമില്ല എന്നുള്ളൊരു സാധനമാണ്, പക്ഷേ പോരാ. പക്ഷെ തൽക്കാലം നമുക്ക് ഒരു സാധനം ഇല്ലെങ്കിൽ നമ്മുടെ പണി നടക്കത്തില്ല. Индира Ганди, Миткун Чакрабарти. മിഥുൻ ചക്രവർത്തി, Да, ഇന്ദിരാഗാന്ധി. Индира Ганди. ഇന്ത്യ. Это Индия. Это человек, кто это? Манджур Гафур. മൻസൂർ Манджур Гафур, а? മൻസൂർ കപൂർ. മൻസൂർ കപൂർ. Мансур Гафур, да? ബോളിവുഡ്. Голливуд. ഓക്കെ. Хорошо. Хорошо. ഓക്കെ. അപ്പോൾ ഞാൻ തൽക്കാലം ഈ സാധനം എടുത്തിട്ടുണ്ട്. വാട്ടർ പ്രൂഫാണ് എന്തായാലും, പക്ഷേ വാട്ടർ പ്രൂഫ് വേണം, ഇല്ലെങ്കിൽ എന്താണെന്ന് പറയുക, ഇത് കണ്ട കൈ കണ്ട നനയുന്നുണ്ട, അത് പണി കിട്ടും. ഐസാവുന്നു ഗ്ലൗസ്, അതാണ് വാട്ടർ പ്രൂഫ് വേണമെന്ന് പറയുന്നത്, ഇല്ലെങ്കിൽ പണിയാ. നമ്മൾ ചൈനയിൽ നിന്ന് മേടിച്ചില്ലേ, അതിൻ്റെ ചെറുതിനൊക്കെ 9,500. അയ്യോ, ഇതിന് 35,000, 26,000. അയ്യോ, ചൈനയിൽ നിന്ന് മേടിച്ചത് ഭയങ്കര സെറ്റായിട്ടോ. നമ്മൾ മേടിച്ച അതേപോലത്തെ സാധനം ഭയങ്കര വില ഇവിടെ. 40,000-നൊക്കെ വിൽക്കണ്. 40,000 രൂപ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഇന്ത്യൻ മണി 40,000 തന്നെയാണ് ഏതാണ്ട്. നമ്മളിത് 6,500 രൂപക്കാണ് ചൈനയിൽ നിന്ന് മേടിച്ചത്. അയ്യോ, എന്തൊരു ഉപകാരമായല്ലേ അവിടെ നിന്ന് എടുത്ത്. ഇതേ ഈ ഭാഗത്ത് കണ്ടൊരു മാളാണ്. കുറച്ച് നേരം അതിൻ്റെ ഉള്ളിലൊന്ന് കയറിയെന്നാണ്, കൈയൊക്കെ മരവിച്ചിട്ടാകെ പണി വാളി. ഇപ്പം ശരിയായി. അപ്പോൾ ഇങ്ങനത്തെ പല സ്ഥലങ്ങളും കാണും. അയ്യോ, ഡോർ പെട്ടെന്ന് അറിയണം. അപ്പോൾ നമുക്ക് ഇങ്ങനെ കയറി തൽക്കാലം കുറച്ച് നേരമൊക്കെ നിൽക്കാം. ഇതിൻ്റെ ഉള്ളിലൊക്കെ നല്ല ക്ലൈമറ്റ് ആയിരിക്കും. ഇതേണ്ട ചൂട് കാറ്റൊക്കെ അടിക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് നേരം നിൽക്കും. കയ്യും ഇതൊക്കെ ശരിയാകുമ്പോൾ നമുക്ക് പുറത്തോട്ട് ഇറങ്ങാം. അങ്ങനെയൊക്കെ പറ്റുള്ളൂ കേട്ടോ. എല്ലാം പതുക്കെ പറ്റുള്ളൂ. സമയേ 4 മണിയായി. ഞാനേ ഇവിടെ ഒരു ചർച്ചുണ്ട്, റെഡ് കളറിലൊരു ഓർത്തഡോക്സ് ചർച്ച്. നല്ല രസമാണ്, അതൊന്ന് കാണണം. ഈ വെയിൽ പോണതിന് മുമ്പ് 1 മണിക്കൂറും ഉണ്ട്. 5:20 സൺസെറ്റ്. ഇപ്പോൾ 4 മണിയായി. ഞാനിപ്പോൾ ബസ് കയറി അങ്ങോട്ട് പോകണം. ഇതിൻ്റെ ഇടയ്ക്ക് ഫുഡ് കഴിക്കണമെന്ന് വിചാരിച്ചിട്ട് മറന്നുപോയി. രാവിലെ എയർപോർട്ടിൽ നിന്ന് കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടവർക്കറിയാം, ജസ്റ്റ് ഒരു ഒരു ഇത്രയുള്ള ബണ്ണ് കഴിച്ചാൽ മാത്രമേ ഉള്ളൂ ഇന്ന്. നമുക്ക് നോക്കാം, പോണ വഴിക്ക് എന്തെങ്കിലും കഴിക്കാം. ഇതേ നടന്നു പോണ വഴിക്ക് ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട്. എന്തെങ്കിലും ആവട്ടെ, കിട്ടണമെന്നില്ല, വിശന്നിട്ട് പാടില്ല. ഇവിടെ കയറാം. ഇവിടെ കുറേ വിഭവങ്ങളുണ്ട്. ഇത് കണ്ടോ, പോർക്ക്, ബീഫ്, ചിക്കൻ സംഭവമൊക്കെ ഉണ്ട്. ഞാനപ്പോൾ ഇത് പറഞ്ഞു, റൈസും വിത്ത് പോർക്കിൻ്റെ ഒരു വിഭവം. ഇതിന് 260. അപ്പം നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് പുറത്തോട്ട് ഇറങ്ങി. ഇപ്പോൾ സമയം 4:15 കഴിഞ്ഞു. നമുക്ക് നേരെ ഇനി ആ പള്ളി കാണാൻ പോവാം. ഇവിടെ മാപ്പ് നോക്കുമ്പോൾ യാൻഡെക്സ് എന്ന് പറയുന്ന ഒരു മാപ്പുണ്ട്. അത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എവിടെ നിന്ന് ബസ് കയറാം, ഏത് റൂട്ടിൽ പോകാം, ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം. അത് അടിപൊളി സംഭവമാണ്. ഞാനത് കാണിച്ചു തരാം. ഇത് കണ്ട, ഇത് യാൻഡെക്സ് എന്ന് പറയുന്ന ആപ്പാണ്. അപ്പോൾ ഞാൻ ഇതിനകത്ത് കസൻ ചർച്ച് അടിച്ചു. കണ്ട, ലൊക്കേഷൻ കിട്ടി. ഇനി നമുക്ക് പോകാനുള്ള
റൂട്ട് കാണിച്ചു തരും. 4K എന്ന് പറയുന്ന വണ്ടി കയറണം. എനിക്ക് തോന്നുന്നു ട്രാമാണെന്ന് തോന്നുന്നു. 4K കയറി അടുത്ത് എവിടെ ഇറങ്ങണം എന്നൊക്കെ ഉള്ള ഡീറ്റെയിൽസ് കറക്റ്റായിട്ട് കിട്ടും. ആ കാണുന്ന സ്റ്റോപ്പിൽ നിന്നാണ് കയറേണ്ടത്. വാ നമുക്ക് കടക്കാം റോഡ്. ഇത് കണ്ടോ, ഇത് മൊത്തം ട്രാം പോകുന്ന വഴിയാണ് കേട്ടോ. ഇത് ആൾക്കാരൊക്കെ ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കും ഇവിടെ വെയിറ്റ് ചെയ്യാം. ട്രാമാണോ വേറെ വല്ല വണ്ടിയാണോ എന്ന് അറിയാൻ പറ്റില്ല. അല്ല ട്രാമല്ല, ഇതാണ് അതേ കിടക്കുന്നത്. 4K ഇതിനകത്ത് പോകണം. അപ്പോൾ അതേ നമ്മൾ കയറി കഴിഞ്ഞപ്പോൾ ഏതാണ്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഈ വണ്ടി എടുത്തിട്ടാ. ഇത് ഓരോ 12 മിനിറ്റ് കൂടുമ്പോൾ ഈ വണ്ടി ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. ഇത് ഇവിടുത്തെ ഒരു ലോക്കൽ ബസ്സാണ്. റേറ്റ് എത്രയെന്ന് അറിയത്തില്ല, ഇറങ്ങാൻ നേരത്ത് കൊടുത്താൽ മതി. അത് നോക്കാം, ഇറങ്ങുമ്പോൾ നോക്കാം. ഇതുണ്ട് നമ്മുടെ സ്റ്റോപ്പ് എത്താറായിട്ടുണ്ട്. ഞാൻ പയ്യെ എണീക്കട്ടെ. ഇവിടെ നിർത്തി തരും, അപ്പോൾ പ്രശ്നമില്ല. ഓക്കെ, ഞാൻ 50 അങ്ങ് കൊടുക്കാം. അപ്പോൾ ബാക്കി തരുമ്പോൾ അറിയാലോ. ഓ 10 കിട്ടി ബാക്കി. അപ്പം 40 റേറ്റ്, 10 ബാക്കി കിട്ടി. ഓക്കെ, ഇങ്ങനെയൊക്കെയാണ് പഠിക്കണം. ഇനി നമുക്ക് കുറച്ച് ദൂരം നടക്കാനുണ്ട്. ഇവിടെ നിന്ന് അങ്ങ് റൈറ്റ് എടുത്ത് പോകണം എന്നാണ് മാപ്പിൽ കാണിക്കണം. നടക്കാം. നമ്മളാ കയറിയ സ്ഥലത്തുനിന്ന് ഏതാണ്ടൊരു 10 മിനിറ്റ് എടുത്തെന്ന് തോന്നുന്നു. 10-15 മിനിറ്റ് എത്ര ഉള്ളൂ. അതിന് 40 രൂപ വന്ന്, 40 റൂബിൾ. നാട്ടിലൊരു 50 രൂപ. ഇത് കണ്ട, അതായത് ഇങ്ങനെയാണ് ഇവർ ഐസ് കളയണേട്ടാ. ഇത് കണ്ട, ആ ഭാഗത്ത് ഐസ് കളയണണ്ട. ഇങ്ങനെ ഐസ് കളയണ ഇങ്ങനെ. എൻ്റെ പൊന്നോ, ഓ നമ്മളെത്തിയാ ദേ. ഓ എൻ്റെ പൊന്നോ, ഈ സംഭവം ഒന്ന് കാണാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ വന്നത്. ഈ അകത്ത് കുർബാന വല്ലതും നടക്കാണോ? ഇത് ഭയങ്കര ഭംഗിയാട്ടെ ഈ സാധനം കാണാനായിട്ട്. ഒരു ഓർത്തഡോക്സ് ചർച്ചാണ്. ഇതുണ്ടാ, പാട്ടൊക്കെ വെച്ചിട്ടുണ്ടല്ലോ. വാവ്. ലോകത്തിലെ തന്നെ ഏറ്റവും മനോഹരമായ ഓർത്തഡോക്സ് ദേവാലയങ്ങളിൽ ഒന്നായിട്ട് കണക്കാക്കപ്പെടുന്നത് ഇർകുസ്കിലെ ഈ ഒരു കസാൻ എന്ന് പറയുന്ന പള്ളിയാണ്. അവർ ലേഡി ഓഫ് കസാൻ. 1885 ഈ ഒരു പള്ളിയുടെ നിർമ്മാണം ആരംഭിച്ചത്. 7 വർഷത്തിന് ശേഷം 1892 ഏപ്രിൽ മാസത്തിലാണ് വിശ്വാസികൾക്ക് വേണ്ടിയിട്ട് ഇത് തുറന്നു കൊടുക്കുന്നത്. റഷ്യക്കാരുടെ സംരക്ഷകയായി കരുതപ്പെടുന്ന കസാൻ മാതാവിനോടുള്ള ബഹുമാന സൂചകമായിട്ടാണ് ഈ ഒരു പള്ളി പണിയഴിപ്പിച്ചത്. ബൈസന്റൈൻ പുനരുജ്ജീവന ശൈലിയിലാണ് ഇതിന്റെ നിർമ്മാണം. ഉള്ളി ആകൃതിയിലുള്ള താഴികുടങ്ങളാണ്. ഇതിനെ ഒനിയൻ ഡോംസ് എന്നാണ് കേട്ടോ പറയുന്നത്. അതായത് റഷ്യൻ ഓർത്തഡോക്സ് വാസ്തുവിദ്യയുടെ ഒരു അടയാളമാണ് ഈ ഒരു ആകൃതിയൊക്കെ. അതുപോലെ ഇവിടുത്തെ പ്രധാന ഒരു ആകർഷണം എന്ന് പറഞ്ഞാൽ ഈ ഒരു നിറങ്ങളാണ്. ഈ പള്ളിയുടെ കളറ് ഭയങ്കര രസമാണ് കാണാനായിട്ട്. ചുവന്ന ഭിത്തികളും വെള്ളി കലർന്ന നീല നിറത്തിലുള്ള താഴിക്കുടങ്ങളുമാണ് ഈ ഒരു പള്ളിയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ. മഞ്ഞുകാലത്ത് ഈ പള്ളി കാണാനായിട്ട് വേറൊരു പ്രത്യേക ഭംഗിയാണ് ട്ടോ. പള്ളിയുടെ ഉൾഭാഗം സ്വർണ്ണ ലിപികളും വലിയ ചുവർ ചിത്രങ്ങൾ കൊണ്ട് അലങ്കരിച്ചിട്ടൊക്കെ ഉണ്ട്. സൈബീരിയയിലെ തന്നെ ഏറ്റവും വലിയ പള്ളി മണികളിൽ ഒന്നിരിക്കുന്നത് ഈ ഒരു പള്ളിയിലാണ് ട്ടോ. സോവിയറ്റ് യൂണിയന്റെ കാലത്ത് പല റഷ്യൻ പള്ളികളും തകർക്കപ്പെടുകയോ അടച്ചു പൂട്ടപ്പെടുകയോ ചെയ്തിട്ടുണ്ടായിരുന്നു. കസാൻ പള്ളിയും ഇതേപോലെ തന്നെ ഒരുപാട് നാള് ഒരു വെയർഹൗസ് ആയിട്ടും അതുപോലെ ഫാക്ടറി ആയിട്ടൊക്കെ ഉപയോഗിച്ചിരുന്നു. പക്ഷേ 1980-കളിൽ ഇതിന്റെ പ്രാധാന്യം മനസ്സിലാക്കി ഒരുപാട് പുനരുദ്ധാരണ പ്രവർത്തനങ്ങളൊക്കെ നടത്തി പഴയ പ്രതാപത്തിലേക്ക് തിരികെ കൊണ്ടുവരികയൊക്കെ ചെയ്തു. ഇർകുസ് നഗരത്തിന്റെ കിഴക്ക് ഭാഗത്താണ് ഈ ഒരു പള്ളി സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ വിശ്വാസികൾ മാത്രമല്ല, ഇന്ന് ഇർകുസ് നഗരം സന്ദർശിക്കുന്ന എല്ലാ വിനോദസഞ്ചാരികളും ഈ ഒരു പള്ളി കാണാതെ പോകാറില്ല. കാരണം അത്രയും ഭംഗിയാണ് ഈ ഒരു പള്ളി കാണാനായിട്ട്. അപ്പോൾ ഈ പള്ളിയുടെ ചരിത്രമൊക്കെ നിങ്ങൾ കേട്ടല്ലോ. ഇനി ഇവിടെയുള്ള ഈ പരിസരത്തുള്ള കുറച്ച് കാഴ്ചകളും കൂടി നമുക്ക് വിശദമായിട്ട് കണ്ടാലോ. ഇത് കണ്ട, കംപ്ലീറ്റ് മഞ്ഞ് പെയ്തുകൊണ്ട് തന്നെ ഭയങ്കര ഭംഗിയാണ് ഈ മരത്തിൽ ഇങ്ങനെ മഞ്ഞ് പെയ്ത് നിൽക്കുന്നത് കാണാനായിട്ട്. ഓ ഇത് ഭയങ്കര കളർഫുള്ളാണ്. എൻ്റെ അകമൊക്കെ കണ്ടല്ലോ, അടിപൊളിയാണ്. അകത്ത് കുർബാന നടക്കുന്നതുകൊണ്ടാണ് പിന്നെ വിശുദ്ധമായിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് പറയാതെ ഇരുന്നത്. ഈ കാണുന്ന കുരിശൊക്കെ ഐസിലുണ്ടാക്കിയതാണ്. ഇത് കണ്ട, കംപ്ലീറ്റ് ഐസിൽ ചെയ്ത് വെച്ചേക്കാണ്. അടിപൊളിയല്ലേ? അതുപോലെ ഇവിടെയുണ്ട് കണ്ട, ഇതൊക്കെ ഐസിൽ ചെയ്തേക്കുന്നതാണ്. എന്നിട്ട് ഫോട്ടോ വെച്ചിരിക്കുന്നത് കണ്ട, കംപ്ലീറ്റ് ഐസാ. അടിപൊളി. അപ്പോൾ ഈ ഒരു വിൻ്റർ മൊത്തം ഇത് ഇങ്ങനെ തന്നെ നിൽക്കും കണ്ട. ഇവിടെ അങ്ങനെ തന്നെ ആണ് ചെയ്തേക്കുന്നത്. എനിക്ക് ആക്ച്വലി ഏത് വിശുദ്ധനാണ് എന്ന് എനിക്ക് അറിയത്തില്ല. അപ്പോൾ ഈ ഭാഗത്ത് നോക്കുമ്പോൾ നമ്മുടെ ഉണ്ണീശു
പിറന്ന കാലിത്തൊഴുത്ത് ഇവർ ചെയ്തേക്കാണ് ഈ കാണുന്നത്. അടിപൊളിയല്ലേ? ഈ കാണുന്നൊക്കെ ഐസാണ്ടാ, ഐസിൽ അവർ കൊത്തി ചെയ്തിരിക്കുന്നു. ഉണ്ണിയേശു കാലിത്തൊഴുത്തിൽ പിറന്ന ആ ഒരു സംഭവം അവരിവിടെ ക്രിയേറ്റ് ചെയ്തേക്കാണ്. കഴുതയും പശുക്കുട്ടിയും ആട്ടിടയന്മാരും കുന്തിരിക്കും ഒക്കെ ആയിട്ട് വന്ന എല്ലാവരും അവരൊക്കെ ഉണ്ട്. എനിക്ക് ഇവിടെ നിന്ന് ഭയങ്കര ആകാംക്ഷ ഈ പള്ളി കണ്ടപ്പോഴേ. വായിന്ന് ഇതൊന്നും കുറേ പറയണമെന്നുണ്ട്, പക്ഷേ തണുപ്പ് കാരണം പറയാൻ പറ്റില്ല. ഭയങ്കര ചുമക്കണം. ഇത് കണ്ട ഭയങ്കര രസമല്ലേ, അടിപൊളിയല്ലേ, കിട്ടിലും വെളി കേട്ടോ. ഭയങ്കര സെറ്റപ്പ് എന്ന് പറഞ്ഞൊരു രക്ഷയില്ല. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, നല്ല രസമുണ്ട് കാണാനായിട്ട്. പിന്നെ നമുക്ക് ഈ പള്ളിയുടെ അപ്പുറം സൈഡ് പോയി കഴിഞ്ഞാൽ വേറെ കുറച്ച് കാഴ്ചകളൊക്കെ ഉണ്ട്. ഇവിടെ കുർബാന നടന്നുകൊണ്ടിരിക്കുകയാണ്, ആൾക്കാരൊക്കെ ഉണ്ട്. ഇതുണ്ട് വലിയൊരു ക്രിസ്മസ് ട്രീ ഇവിടെ ഉണ്ട്. പള്ളിയുടെ ഏറ്റവും ഭംഗി കാണാനായിട്ട് എനിക്ക് തോന്നുന്നു സൈഡ് വ്യൂ ആണ്. ഈ കാണുന്നതും ഐസിലുണ്ടാക്കിയിരിക്കുന്നതാണ്. കണ്ടാ ഫുൾ ഐസിൽ എഴുതിയൊക്കെ വെച്ചിരിക്കുന്നു. അത് റഷ്യൻ ലാംഗ്വേജ് ആയിട്ടൊന്നും മനസ്സിലായില്ല. ഇവിടെ ഒരു മാതാവിൻ്റെ ഒരു രൂപക്കൂട് പോലെ ഉണ്ട്. കണ്ട എല്ലാ ഐസിലുണ്ടാക്കിയ രൂപക്കൂട് കണ്ട, മാതാവിൻ്റെ പിക്ചറാണ് വെച്ചേക്കണം. ആയിക്കോട്ടെ, ഈ സൈഡിലുണ്ട് കണ്ട. ഓ എന്ന സെറ്റപ്പിലാണ് ഉണ്ടാക്കിയേക്കണത്. ഇത് വിൻ്ററിൽ മാത്രം കാണുന്ന ഒരു സംഭവമാണ് ഇത്. ഇത് പിന്നീട് വന്നാൽ കാണൂല. ഒരു അതിന് പുറകെ വണ്ടി വന്ന് കണ്ടില്ല. ഇതണ്ട ഈ പള്ളിയുടെ ഏറ്റവും നല്ല വ്യൂ കിട്ടുന്നത് ഈ സൈഡിൽ നിന്നാണ്, എനിക്ക് അങ്ങനെ തോന്നിയത്. നോക്കി പൊളിയല്ലേ, കിട്ടില്ല, ഭയങ്കര ശരിക്കും ഈ കളറാണ് ഇത് ഈ പള്ളിയുടെ ഒരു ഹൈലൈറ്റ്. പിന്നെ ആ ശൈലി, ഒരു റഷ്യൻ ഓർത്തഡോക്സ് ചർച്ചിൻ്റെ ആ ഒരു ശൈലിയൊക്കെ ഉണ്ടല്ലോ, ഇത് നമുക്ക് പലയിടത്തും കാണാം. ഇപ്പോൾ ദുബായിലൊക്കെ ഉള്ളവർക്ക് കാണാം. അവിടെ പള്ളികളുള്ള ഏരിയയിൽ ചർച്ച് സ്ട്രീറ്റില്ല, അവിടെ റഷ്യൻ ഓർത്തഡോക്സ് ചർച്ച് ഉണ്ട്. റഷ്യൻ ചർച്ചിൻ്റെ ഒരു ശൈലി ഇങ്ങനെയാണ്, ഭയങ്കര ഭംഗിയാണ് കാണാനായിട്ട്. ഇത് കണ്ട അടിപൊളിയല്ലേ? ഇവിടെയുണ്ട് മാലാഖമാരുടെയൊക്കെ ഐസിലുണ്ടാക്കിയ പ്രതിമകൾ കണ്ട, അടിപൊളിയല്ലേ, ഒരു രക്ഷയില്ല, സെറ്റപ്പ്. ഞാൻ ആക്ച്വലി ഇത്രയും പ്രതീക്ഷയില്ല. ഇവിടെ ഒരു മാതാവിൻ്റെ ഒരു രൂപക്കൂടുണ്ട്, അതും കൂടി ഒന്ന് കണ്ടിട്ട് വരാം. ഇതുണ്ടോ, ഇത് ക്രിസ്മസ് ട്രീ ഒറിജിനലാണെന്ന് തോന്നുന്നു കേട്ടോ, ഒറിജിനൽ ട്രീയാ. ഈ സെയിം ട്രീ തന്നെ അവിടെ വെച്ചേക്കാണ്. അതിനകത്ത് മൊത്തം മഞ്ഞൊക്കെ പെയ്തിട്ട് ബാക്ക്ഗ്രൗണ്ട് കണ്ട. വാ ഓ പൊളി സാധനം. ഈ കാണുന്നത് ഐസിലുണ്ടാക്കിയതാണേ, ഇതൊക്കെ ഐസിലുണ്ടാക്കിയതാണ്. അരയന്ന ഐസിലുണ്ടാക്കിയാണ്. മാതാവിൻ്റെ ഒരു രൂപം, ഉണ്ണീശോട്ട് നിൽക്കുന്നൊരു രൂപം, മാലാഖയൊക്കെ ഉണ്ട് സൈഡിൽ കണ്ടോ. ഫുള്ള് മഞ്ഞ് വീണ് കിടക്കാണ്. ഇത് എനിക്ക് തോന്നുന്നു തടാകം വല്ലതും ആണോന്ന് അറിയത്തില്ല. ചെറിയ തടാകമല്ല, ചെറിയൊരു കുളം സെറ്റപ്പാണെന്ന് തോന്നണം, പക്ഷെ ഐസായിപ്പോയി കണ്ടോ. ഇതാണ് കാഴ്ച. ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ പള്ളി കാണാം. അടിപൊളിയല്ലേ? ഇവിടെ എല്ലായിടത്തും ഐസിലുണ്ടാക്കി വെച്ചിട്ടുണ്ട്. -28 ഓർക്കണേ ടെമ്പറേച്ചർ. അല്ല ഇപ്പം -30 വരും, -30 ആകുമ്പോൾ. അപ്പോൾ എന്തായാലും മനോഹരമായ ഒരു പള്ളി നമ്മൾ കണ്ടു. ഇനിയിപ്പോൾ തിരിച്ച് സിറ്റിയുടെ ഭാഗത്തോട്ട് തന്നെ പോകാം. ഇത് അടുത്ത് തന്നെ ഉണ്ട്, ഒരു 20 മിനിറ്റൊക്കെ വണ്ടിക്ക് വന്നാൽ, വേണമെങ്കിൽ ടാക്സിക്ക് വരാം. പക്ഷെ 40 കൊടുത്തു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നമുക്ക് പബ്ലിക് ട്രാൻസ്പോർട്ട് ഉപയോഗിച്ച് വന്നല്ല. അതുപോലെ തന്നെ തിരിച്ചും പോവാം. ഇവിടം വരെയൊക്കെ വന്നെങ്കിൽ 150 200 അതിൻ്റെ അടുത്ത് ചിലപ്പോൾ ടാക്സിക്ക് കൊടുക്കേണ്ടി വരും. ടാക്സിക്കാണ് വരുന്നതെങ്കിൽ. കൊള്ളാമല്ലേ? അടിപൊളിയായിട്ടുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു, ഭയങ്കര രസം. ഞാൻ ജസ്റ്റ് ഫോട്ടോ കണ്ടപ്പോൾ ഇത്രയും പ്രതീക്ഷയില്ല, പക്ഷേ മഞ്ഞം കൂടി ഉള്ളപ്പോൾ ഭയങ്കര ഒരു രസമുണ്ട് കാണാനായിട്ട്. എന്തായാലും കൊള്ളാം. ഞാൻ ഇങ്ങോട്ട് നടക്കുമ്പേ ഒരു ചേട്ടൻ പറഞ്ഞ് ഞാൻ അതിലേ കയറി കിടക്കാൻ നോക്കിയായിരുന്നു. അപ്പോൾ അതിലേ കിടക്കരുത്, ഇതിലേ കിടക്കാൻ പറഞ്ഞു. ഇതാണ് സൗകര്യം എന്ന് വെച്ചാൽ തെന്നിപ്പോഴില്ല. അതാ ഈ വണ്ടി കണ്ട, ആ വണ്ടിയിൽ ആരുമില്ല, പക്ഷേ വണ്ടി ഓണായിരിക്കും കണ്ട. അപ്പോൾ എങ്ങാനും ഓഫ് ചെയ്താൽ പിന്നെ വണ്ടി എടുക്കാൻ പറ്റില്ല. വണ്ടി ഇവിടെ നിർത്തിയിട്ടൊക്കെ പോകുമ്പോൾ ഓഫ് ചെയ്യത്തില്ല, ഓൺ ചെയ്തിടും. അങ്ങനെയാണ് ഇവിടെ മിക്ക വണ്ടികളൊക്കെ കേട്ടാ. ഇത് കണ്ട ഇഷ്ടംപോലെ വണ്ടികളുണ്ട്. ബ്ലോക്കാണെങ്കിൽ കാണാം, ട്രാഫിക് സിഗ്നലുണ്ട് അവിടെ. ആ ഭാഗത്തുനിന്ന് നമുക്ക് ഒരു ട്രാം പിടിക്കാം, നമുക്ക് തിരിച്ചു പോകാനുള്ള. ഞാനേ മാപ്പ് നോക്കുമ്പോൾ ഈ ഭാഗത്ത് നിന്ന് ട്രാം കയറാം എന്നാണ് പറയുന്നത്. ഇവിടെ എല്ലാം തോന്നണം, നോക്കട്ടെ. അയ്യോ ഇപ്പോൾ തെന്നി വീണാനെ. ഇവിടെ എങ്ങാണ്ടാണ് ആൾക്കാർ ഇപ്പം ഉണ്ട്, ഇവിടെ ആയിരിക്കും. വെയിറ്റ് ചെയ്യാം നമുക്ക്. ദേ വരുന്ന പോണേ ട്രാം. പക്ഷെ ട്രാമിൽ കയറണമെങ്കിൽ നമ്മൾ നട റോട്ടിലോട്ട് ഇറങ്ങണം. അയ്യോ തിരക്കാണോ, അപ്പുറത്ത് വേറെ വന്ന്. ഇതിൻ്റെ കാശ് എങ്ങനെ കൊടുക്കണമെന്ന് അറിയത്തില്ല, നോക്കാം. എവിടെ സ്ഥലത്തോ
ഇവിടെ കയറാം. ഏതാണ്ട് നമ്മുടെ സ്ഥലം എത്തിയിട്ടുണ്ട്. ഇറങ്ങാം. അങ്ങനെ നമ്മൾ വന്ന ട്രാം ദേ പോകുന്നു. ട്രാമിലും കയറി 37 രൂപ കേട്ടോ, അല്ല 37 റൂബിള്. ഞാൻ 50 നോട്ടങ്ങ് കൊടുത്തു, എനിക്ക് റേറ്റ് ഒന്നും അറിയത്തില്ല. ബാക്കി അപ്പോൾ തന്നു. അപ്പോൾ ബില്ല് തന്നായിരുന്നു, അതിനകത്ത് 37 എഴുതിയേക്കണം. അത് നമുക്ക് ഇങ്ങോട്ടാണ് പോകണ്ടേ. അപ്പോൾ ഇപ്പോൾ സമയം 5:50, 6 മണിയാകാൻ പോകുന്നു. അത്യാവശ്യം ഇരുട്ടി തുടങ്ങി. ഇതൊക്കെ -30 കണ്ടാ, -30 ഞാൻ ഇവിടുത്തെ ഒരു സൂപ്പർ മാർക്കറ്റിൽ കയറിയിട്ട് കുറേ കടകളുണ്ട്. കുറച്ച് ബണ്ണ്, പിന്നെ കുറച്ച് സ്നാക്സ്, കുപ്പി വെള്ളം, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു. നമ്മുടെ ഇതേ ഹോസ്റ്റലെത്തി. ഇപ്പോൾ ഇവിടെ തന്നെയാണ്. ഇതാണ് നമ്മുടെ ഹോസ്റ്റല്. അപ്പോൾ ഇനിയിപ്പോൾ റെസ്റ്റ് എടുക്കുന്നു. നാളെ രാവിലെ അടുത്ത പരിപാടി. നാളെ നമ്മൾ ഐസ് ബ്രേക്കർ ഷിപ്പും അതുപോലെ ലേക്ക് ബൈക്കൽ അത് കാണാനാണ് ഇവിടെ വന്നത് തന്നെ. അപ്പോൾ ആ സംഭവങ്ങളൊക്കെ നമുക്ക് കാണാം. അപ്പോൾ അതൊക്കെ അടുത്ത എപ്പിസോഡിൽ കാണാം കേട്ടോ. യെസ്, പോട്ടെ, തണുത്ത് മരവിച്ച്. അപ്പോൾ ശരി, അതാ. അപ്പോൾ അടുത്ത പിടിക്കണം.